ഫിസിക്സിൻ്റെ 4-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറേ യൂണിറ്റുകൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലോങ് ആവാനാണ് സാധ്യത. എല്ലാവരും കേട്ട് പഠിക്കുക. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി LHC, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി LHC, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണം LHC, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. LHC അല്ലെങ്കിൽ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ലോകത്തിലെ ഏറ്റവും വലിയ കണിക തുരത്രമാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഭൂമിക്കടിയിൽ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഭൂമിക്കടിയിൽ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2012 ഇവിടെ വെച്ച് ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തിയത്. അപ്പോൾ ചോദ്യം ഈ തരത്തിലും വരാം, ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തിയത് എവിടെ വെച്ച്? അപ്പോൾ അതിൻ്റെ ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഭൂമിക്കടിയിൽ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിൽ. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണം LHC, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതിനും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകൾ ഏതാണ്? പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതിനും മറ്റ് അളവുകൾ പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകൾ ഏതാണ്? ശരിയായ ഉത്തരം അടിസ്ഥാന അളവുകൾ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതിനും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകൾ അടിസ്ഥാന അളവുകൾ. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതിനും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകൾ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ 7 നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപനില, പ്രകാശ തീവ്രത, പദാർത്ഥത്തിൻ്റെ അളവ്. ഇവയെ മറ്റൊരു അളവ് കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല. അടിസ്ഥാന അളവുകൾ 7 നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപനില, പ്രകാശ തീവ്രത, പദാർത്ഥത്തിൻ്റെ അളവ്. ഇവയെ മറ്റൊരു അളവ് കൊണ്ടും നിർവചിക്കാൻ പറ്റില്ല. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതിനും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായം ഏതൊക്കെയാണ്? അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായം ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം CGS, MKS, FPS. ശരിയായ ഉത്തരം CGS, MKS, FPS. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായം ഏതൊക്കെയാണ്? CGS, MKS, FPS. CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, FPF ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായം CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, FPS ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഇതിൽ നിന്ന് വികസിപ്പിച്ചെടുത്താണ് ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന SI സിസ്റ്റം. SI സിസ്റ്റം. അടിസ്ഥാന അളവുകൾ യൂണിറ്റുകൾ. അളവ് CGSലെ യൂണിറ്റ്, MKSലെ യൂണിറ്റ്, FPFലെ യൂണിറ്റ്. ഇത് കുറച്ച് മനസ്സിലാക്കി വെക്കാം. നീളം CGSലെ യൂണിറ്റ് സെൻറ്റിമീറ്റർ, MKS യൂണിറ്റ് മീറ്റർ, FPF ഫൂട്ട്. നീളം CGS സെൻറ്റിമീറ്റർ, MKS മീറ്റർ, FPF ഫൂട്ട്. നീളം CGS സെൻറ്റിമീറ്റർ, MKS മീറ്റർ, FPS ഫൂട്ട്. നീളം CGS സെൻറ്റിമീറ്റർ, MKS മീറ്റർ, FPS ഫൂട്ട്. പിണ്ഡം CGS ഗ്രാം, MKS കിലോഗ്രാം, FPS പൗണ്ട്. പിണ്ഡം CGS ഗ്രാം, MKS കിലോഗ്രാം, FPS പൗണ്ട്. സമയം എല്ലാത്തിലും സെക്കൻഡാണെന്ന് ഓർമ്മിക്കുക. സമയം CGSൽ, MKSൽ, FPSൽ എല്ലാം സെക്കൻഡാണ്. MKS യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപം CGS സമ്പ്രദായം, FPS സമ്പ്രദായം, SI യൂണിറ്റ്, RMS സമ്പ്രദായം. MKS യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ് സമ്പ്രദായം. MKS യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപം SI യൂണിറ്റ് സമ്പ്രദായം. SI എന്നാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ. 1960 ഇത് അംഗീകരിച്ചത്. ഇന്ന് ലോകം മുഴുവൻ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് SI സിസ്റ്റം ആണ്. SI എന്നാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ. 1960 അംഗീകരിച്ചത്. ഇന്ന് ലോകം മുഴുവൻ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് SI സിസ്റ്റം ആണ്. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഏതാണ്? ശരിയായ ഉത്തരം SI യൂണിറ്റ് സമ്പ്രദായം. SI എന്നാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ, D യൂണിറ്റ്സ്.
7 അടിസ്ഥാന യൂണിറ്റുകളും 2 പൂരക യൂണിറ്റുകളും ചേർന്നാണ് SI സമ്പ്രദായം എന്ന് ഓർമ്മിക്കുക. 7 അടിസ്ഥാന യൂണിറ്റുകളും 2 പൂരക യൂണിറ്റുകളും ചേർന്നാണ് SI സമ്പ്രദായം. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതി ഏതാണ്? അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതി ഏതാണ്? ശരിയായ ഉത്തരം യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദവി, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, SI. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതി, യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദവി, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ ചുരുക്കെഴുത്ത് എന്ത്? അവ ഉപയോഗിച്ചു തുടങ്ങിയ വർഷം ഏത്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ ചുരുക്കെഴുത്ത് എന്ത്? അത് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം ഏത്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ ചുരുക്കെഴുത്ത് എന്ത്? അത് ഉപയോഗിച്ച വർഷം? SI യൂണിറ്റ്സ് 1960. 1960 ഭാരത്തിൻ്റെയും അളവുകളുടെയും 11ാമത് ജനറൽ കോൺഫറൻസിലാണ് SI എന്ന ചുരുക്കെഴുത്ത് ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1960 ഭാരത്തിൻ്റെയും അളവുകളുടെയും 11ാമത് ജനറൽ കോൺഫറൻസിലാണ് SI എന്ന യൂണിറ്റ് ഔദ്യോഗികമായി അംഗീകരിച്ചത്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണ്? SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണ്? ശരിയായ ഉത്തരം 7. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 7. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 7. 7 നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപഗതിക താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. 7 നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപഗതിക താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 7. നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപഗതിക താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപഗതിക താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. 2 പൂരക അളവുകൾ കൂടി ഉണ്ട്. 2 പൂരക അളവുകൾ കൂടിയുണ്ട്. കോണളവ്, ഗരക്കോൺ. 2 പൂരക അളവുകൾ കൂടിയുണ്ട്. കോണളവ്, പ്ലെയിൻ ആംഗിൾ, ഗരക്കോൺ, സോളിഡ് ആംഗിൾ. അടിസ്ഥാന അളവുകൾ 7, പൂരക അളവുകൾ 2, അങ്ങനെ ടോട്ടൽ 9. SI അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും. SI അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും. അടിസ്ഥാന അളവ്, SI യൂണിറ്റ് പേര്, പ്രതീകം. SI അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും. നീളം SI യൂണിറ്റിൽ മീറ്ററാണ്, M എന്നാണ് സിമ്പിൾ. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. സ്മോൾ ലെറ്റർ M ആണ് പ്രതീകം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. സ്മോൾ m ആണ് പ്രതീകം. പിണ്ഡത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. പിണ്ഡത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. kg ആണ് പ്രതീകം. പിണ്ഡത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. kg ആണ് പ്രതീകം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. S ആണ് പ്രതീകം. വൈദ്യുത പ്രവാഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആംപിയർ. വലിയക്ഷരം A ആണ് അതിൻ്റെ പ്രതീകം. വലിയക്ഷരം A. വൈദ്യുത പ്രവാഹം ആംപിയർ. വലിയക്ഷരം A ആണ് അതിൻ്റെ പ്രതീകം. താപനിലയുടെ കെൽവിൻ ആണ്. താപനില കെൽവിൻ. വലിയക്ഷരം K ആണ് അതിൻ്റെ പ്രതീകം. താപനില കെൽവിൻ ആണ്. വലിയക്ഷരം K ആണ് അതിൻ്റെ പ്രതീകം. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ ആണ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റ് മോൾ ആണ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റ് മോൾ ആണ്. അതിൻ്റെ പ്രതീകം മോൾ എന്നാണ്, MOL. അതിൻ്റെ പ്രതീകം MOL, മോൾ എന്ന് തന്നെയാണ്. പ്രകാശ തീവ്രതയുടെ കാണ്ഡല, CD. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് കാണ്ഡല. സ്മോൾ അക്ഷരം CD ആണ് അതിൻ്റെ പ്രതീകം. തീവ്രതത്തിൻ്റെ SI യൂണിറ്റ് കാണ്ഡലയാണ്. സ്മോൾ അക്ഷരം CD ആണ് അതിൻ്റെ പ്രതീകം. നീളം. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. വൈദ്യുത പ്രവാഹം SI യൂണിറ്റ് ആംപിയർ. താപനില SI യൂണിറ്റ് കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവ് SI യൂണിറ്റ് മോൾ. പ്രകാശ തീവ്രത SI യൂണിറ്റ് കാൻഡല. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ SI യൂണിറ്റ് ആംപിയർ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. പദാർത്ഥത്തിൻ്റെ SI യൂണിറ്റ് മോൾ. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് കാൻഡല. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ, പ്രതീകം സ്മോൾ ലെറ്റർ M. പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, പ്രതീകം kg. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്, സ്മോൾ ലെറ്റർ S. വൈദ്യുത പ്രവാഹത്തിൻ്റെ SI യൂണിറ്റ് ആംപിയർ, വലിയക്ഷരം A. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ, വലിയക്ഷരം K. പദാർത്ഥത്തിൻ്റെ SI യൂണിറ്റ് മോൾ, MOL. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് കാൻഡല, CD. ഇത് ഹൃദ്യസ്ഥമാക്കേണ്ട ഭാഗമാണ്. അധികവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരിക. അതുകൊണ്ട് 2-3 തവണ ആവർത്തിച്ച് കേൾക്കുക. പരിമാണത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകൾ ഏതാണ്? പരിമാണത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകൾ ഏതാണ്? ശരിയായ ഉത്തരം സദിശ അളവുകൾ. ശരിയായ ഉത്തരം സദിശ അളവുകൾ. വെക്ടർ ക്വാണ്ടിറ്റി. പരിമാണത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകൾ സദിശ അളവുകൾ, വെക്ടർ ക്വാണ്ടിറ്റി. പരിമാണത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി.
പരിമാണത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി. ഉദാഹരണങ്ങൾ പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഉദാഹരണങ്ങൾ പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഉദാഹരണം പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഉദാഹരണം പ്രവേഗം വെലോസിറ്റി, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ്, ത്വരണം ആക്സലറേഷൻ, ബലം ഫോഴ്സ്. പരിണാമത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി. വൈഹാർട്ടാക്കേണ്ടതാണ്. പരിമാണം മാത്രം പറഞ്ഞാൽ മതിയാകുന്ന ദിശ ആവശ്യമില്ലാത്ത അളവുകൾ. പരിമാണം മാത്രം പറഞ്ഞാൽ മതിയാകുന്ന ദിശ ആവശ്യമില്ലാത്ത അളവുകൾ. ശരിയായ ഓപ്ഷൻ ബി അദിശ അളവുകൾ. സോളാർ ക്വാണ്ടിറ്റി. പരിമാണം മാത്രം പറഞ്ഞാൽ മതിയാകുന്ന ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. പരിമാണം മാത്രം പറഞ്ഞാൽ മതിയാകുന്ന ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. ഉദാഹരണം സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. ഉദാഹരണം സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. പരിമാണം മാത്രം പറഞ്ഞാൽ മതിയാകുന്ന ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. വേഗത അദിശമാണ്, പ്രവേഗം സദിശമാണെന്ന് ഓർമ്മിക്കുക. വേഗത അദിശ അളവാണ്, പ്രവേഗം സദിശ അളവുകളാണ്. പരിമാണം മാത്രം പറഞ്ഞാൽ ദിശ ആവശ്യമില്ലാത്ത അളവുകൾ. പരിമാണം മാത്രം പറഞ്ഞാൽ മതിയാകുന്ന ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. ഉദാഹരണം സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. വേഗത അദിശമാണ്, പ്രവേഗം സദിശമാണെന്ന് ഓർമ്മിക്കുക. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? നീളത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏത്? നീളത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏത്? ശരിയായ ഉത്തരം മീറ്റർ അല്ലെങ്കിൽ എം. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ശരിയായ ഉത്തരം മീറ്റർ. നീളത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് മീറ്റർ. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളം അറിയപ്പെടുന്നത്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളം അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ലീസ്റ്റ് കൗണ്ട്. ശരിയായ ഉത്തരം ലീസ്റ്റ് കൗണ്ട്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളം അറിയപ്പെടുന്നത് ലീസ്റ്റ് കൗണ്ട്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളം ലീസ്റ്റ് കൗണ്ട്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളം ലീസ്റ്റ് കൗണ്ട് എന്ന് ഓർമ്മിക്കുക. സാധാരണ മീറ്റർ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് 1 mm-ന് 0.1 cm ആണ്. സാധാരണ മീറ്റർ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് 1 mm-ന് 0.1 cm ആണ്. ഒരു ആസ്ട്രോം എന്നാൽ 10⁻⁻10 മീറ്റർ ആണ്. ഒരു ആസ്ട്രോം എന്നാൽ 10⁻⁻10 മീറ്റർ. ഒരു ആസ്ട്രോം എന്നാൽ 10⁻⁻10 മീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്നാൽ 10⁻⁻12 മീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്നാൽ 10⁻⁻12 മീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്നാൽ 10⁻⁻12 മീറ്റർ ആണ്. ഒരു ഫെർമി എന്നാൽ 10⁻⁻15 മീറ്റർ ആണ്. ഒരു ഫെർമി എന്നാൽ 10⁻⁻15 മീറ്റർ ആണ്. ഒരു ഫെർമി എന്നാൽ 10⁻⁻15 മീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 1.496 × 10⁻11 മീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 1.496 × 10⁻11 മീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 1.496 × 10⁻11 മീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 1.496 × 10⁻11 മീറ്റർ ആണ്. ഒരു പാർ സെക്കൻഡ് എന്നാൽ 3.086 × 10⁻6 മീറ്റർ ആണ്. ഒരു പാർ സെക്കൻഡ് എന്നാൽ 3.086 × 10⁻6 മീറ്റർ ആണ്. ഒരു പാർ സെക്കൻഡ് എന്നാൽ 3.086 × 10⁻6 മീറ്റർ ആണ്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് ലീസ്റ്റ് കൗണ്ട്. സാധാരണ മീറ്റർ സ്കെയിലിൽ ലീസ്റ്റ് കൗണ്ട് 1 mm-ന് 0.1 cm ആണ്. 1 mm-ന് 0.1 cm ആണ്. സാധാരണ മീറ്റർ സ്കെയിലിൽ ഒരു ലീസ്റ്റ് കൗണ്ട് 1 mm-ന് 0.1 cm ആണ്. ഒരു ആങ്സ്ട്രോം എന്നാൽ 10⁻⁻10 മീറ്റർ ആണ്. ഒരു ആങ്സ്ട്രോം എന്നാൽ 10⁻⁻10 മീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്നാൽ 10⁻⁻12 മീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്നാൽ 10⁻⁻12 മീറ്റർ ആണ്. ഒരു ഫെർമി എന്നാൽ 10⁻⁻15 മീറ്റർ ആണ്. ഒരു ഫെർമി എന്നാൽ 10⁻⁻15 മീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 1.496 × 10⁻11 മീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 1.496 × 10⁻11 മീറ്റർ ആണ്. ഒരു പാർ സെക്കൻഡ് എന്നാൽ 3.086 × 10⁻6 മീറ്റർ ആണ്. ഇത് ഹൃദയസ്ഥമാക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക.
ഇതിൽ ഏറ്റവും ചെറുത് ഫെർമിയാണ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ആംസ്ട്രോം ആണെന്ന് ഓർമ്മിക്കുക. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കുന്ന യൂണിറ്റ് ആംസ്ട്രോം എന്നാണെന്ന് ഓർമ്മിക്കുക. ഇതിൽ ഏറ്റവും ചെറുത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മീറ്ററിൽ ഏറ്റവും ചെറുത് ഫെർമിയാണ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കുന്ന യൂണിറ്റ് ആംസ്ട്രോം ആണെന്ന് ഓർമ്മിക്കുക. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കുന്ന യൂണിറ്റ് ആംസ്ട്രോം ആണെന്ന് ഓർമ്മിക്കുക. രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശരിയായ ഉത്തരം കിലോമീറ്റർ. രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കിലോമീറ്റർ. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെ? ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം പാർ സെക്കൻഡ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം പാർ സെക്കൻഡ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം പാർ സെക്കൻഡ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനിൽ നിന്നുള്ള ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം പ്രകാശവർഷം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം പാർ സെക്കൻഡ്. ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര ദൂര യൂണിറ്റ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം പാർ സെക്കൻഡ്. ഇനി ഇത് മൂന്നും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനിൽ നിന്നുള്ള ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനിൽ നിന്നുള്ള ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനിൽ നിന്നുള്ള ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം. പ്രകാശവർഷം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം. പ്രകാശവർഷം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം. പാർ സെക്കൻഡ് ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര ദൂര യൂണിറ്റ്. പാർ സെക്കൻഡ് ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര ദൂര യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം. പ്രകാശവർഷം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം. പാർ സെക്കൻഡ് ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര യൂണിറ്റ്. ഒരു പാർ സെക്കൻഡ് എന്നാൽ 3.26 പ്രകാശവർഷം. പാർ സെക്കൻഡാണ് ഏറ്റവും വലുത്. ഒരു പാർ സെക്കൻഡ് എന്നാൽ 3.26 പ്രകാശവർഷമാണ്. പാർ സെക്കൻഡാണ് ഏറ്റവും വലുത്. രണ്ട് പദാർത്ഥങ്ങളുടെ പിണ്ഡം വ്യത്യസ്തമാകാൻ കാരണം എന്ത്? രണ്ട് പദാർത്ഥങ്ങളുടെ പിണ്ഡം വ്യത്യസ്തമാകാൻ കാരണം എന്ത്? അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട്. രണ്ട് പദാർത്ഥങ്ങളുടെ പിണ്ഡം വ്യത്യസ്തമാകാൻ കാരണം എന്ത്? അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട്. അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട്. രണ്ട് പദാർത്ഥങ്ങളുടെ പിണ്ഡം വ്യത്യസ്തമാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട്. പിണ്ഡം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് സ്ഥലം മാറിയാലും പിണ്ഡം മാറില്ല, ഭാരം മാറും. പിണ്ഡത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. പിണ്ഡം അല്ലെങ്കിൽ മാസിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏത്? പിണ്ഡം അല്ലെങ്കിൽ മാസിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏത്? ശരിയായ ഉത്തരം കിലോഗ്രാം. പിണ്ഡം അല്ലെങ്കിൽ മാസിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് കിലോഗ്രാം. പിണ്ഡം അല്ലെങ്കിൽ മാസിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് കിലോഗ്രാം. പിണ്ഡം അല്ലെങ്കിൽ മാസിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് കിലോഗ്രാം. SIയിൽ കിലോ ചേർന്ന് വരുന്ന ഒരേ ഒരു അടിസ്ഥാന യൂണിറ്റാണ് കിലോഗ്രാം. SIയിൽ കിലോ ചേർന്ന് വരുന്ന ഒരേ ഒരു അടിസ്ഥാന യൂണിറ്റാണ് കിലോഗ്രാം. പിണ്ഡത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് കിലോഗ്രാം. പിണ്ഡത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് കിലോഗ്രാം. കിലോഗ്രാം കൂടാതെ പിണ്ഡം അളക്കുന്ന മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെ? കിലോഗ്രാം കൂടാതെ പിണ്ഡം അളക്കുന്ന മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെ? ശരിയായ ഉത്തരം 10 കിൻഡൽ ഗ്രാം മില്ലിഗ്രാം AMU. കിലോഗ്രാം കൂടാതെ പിണ്ഡം അളക്കുന്ന മറ്റ് യൂണിറ്റുകൾ 10 കിൻഡൽ മില്ലിഗ്രാം ഗ്രാം AMU. 10 കിൻഡൽ ഗ്രാം മില്ലിഗ്രാം AMU. 10 കിൻഡൽ ഗ്രാം മില്ലിഗ്രാം AMU. കിലോഗ്രാം കൂടാതെ പിണ്ഡം അളക്കുന്ന മറ്റ് യൂണിറ്റുകൾ 10 കിൻഡൽ ഗ്രാം മില്ലിഗ്രാം AMU. ഒരു ടൺ 1000 kg ആണ്. ഒരു മില്ലിഗ്രാം 10⁻⁻6 kg ആണ്. ഒരു ഗ്രാം 10⁻³ kg ആണ്. ഒരു ക്വിൻ്റൽ 100 kg ആണ്. ഒരു ടൺ 1000 kg ആണ്. ഒരു AMU 1.66 × 10⁻⁻27 kg ആണ്. ഒരു ടൺ 1000 kg ആണ്. ഒരു ടൺ 1000 kg ആണ്. ഒരു മില്ലിഗ്രാം 10⁻⁻6 kg ആണ്. ഒരു മില്ലിഗ്രാം 10⁻⁻6 kg ആണ്. ഒരു മില്ലിഗ്രാം 10⁻⁻6 kg ആണ്. ഒരു ഗ്രാം 10⁻³ kg ആണ്. ഒരു ഗ്രാം 10⁻³ kg ആണ്. ഒരു ക്വിൻ്റൽ 100 kg ആണ്. ഒരു ടൺ 1000 kg ആണ്. ഒരു AMU 1.66 × 10⁻⁻27 kg ആണ്. ഒരു മില്ലിഗ്രാം 10⁻⁻6 kg ആണ്. ഒരു മില്ലിഗ്രാം 10⁻⁻6 kg ആണ്. ഒരു ഗ്രാം 10⁻⁻3 kg ആണ്. ഒരു ഗ്രാം 10⁻⁻3 kg ആണ്. ഒരു ക്വിൻ്റൽ 100 kg ആണ്. ഒരു ക്വിൻ്റൽ 100 kg ആണ്. ഒരു ടൺ 1000 kg ആണ്. ഒരു ക്വിൻ്റൽ
100 kg ആണ്. ഒരു ടൺ 1000 kg ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.66 × 10⁻27 kg ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.66 × 10⁻27 kg ആണ്. അപ്പോൾ ഈ ഭാഗവും 2-3 തവണ കേൾക്കുക, ബൈഹാർട്ടാക്കുക. സാധാരണയായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൈക്രോൺ. സാധാരണയായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മൈക്രോൺ. സാധാരണയായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മൈക്രോൺ. ഒരു മൈക്രോൺ എന്നാൽ 10⁻⁻6 മീറ്റർ ആണ്. ഒരു മൈക്രോൺ എന്നാൽ 10⁻⁻6 മീറ്റർ ആണ്. ഒരു മൈക്രോൺ എന്നാൽ 10⁻⁻6 മീറ്റർ ആണ്. സർക്കാർ അനുവദിച്ചിട്ടുള്ള കനം 120 മൈക്രോണിന് മുകളിലാണ്. സർക്കാർ അനുവദിച്ചിട്ടുള്ള കനം 120 മൈക്രോണിന് മുകളിലാണ്. സർക്കാർ അനുവദിച്ചിട്ടുള്ള കനം 120 മൈക്രോണിന് മുകളിലാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മൈക്രോൺ. ഒരു മൈക്രോൺ 10⁻⁻6 മീറ്റർ ആണ്. ഒരു മൈക്രോൺ 10⁻⁻6 മീറ്റർ ആണ്. സർക്കാർ അനുവദിച്ചിട്ടുള്ള കനം 120 മൈക്രോണിന് മുകളിലാണ്. പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃക ഏത്? പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃക ഏത്? പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃക ഏത്? ശരിയായ ഉത്തരം കിബിൾ ബാലൻസ്. പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃക കിബിൾ ബാലൻസ്. പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃക കിബിൾ ബാലൻസ്. പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃക കിബിൾ ബാലൻസ്. വൈദ്യുത കാന്തിക ശക്തി ഉപയോഗിക്കുമ്പോൾ ഭാരസന്തുലനം നേടാൻ എത്ര ഊർജം ഉപയോഗിക്കുന്നു എന്നത് പ്ലാങ്ക് സ്ഥിരാങ്കണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്ന ഉപകരണം. വൈദ്യുത കാന്തിക ശക്തി ഉപയോഗിക്കുമ്പോൾ ഭാരസന്തുലനം നേടാൻ എത്ര ഊർജം ഉപയോഗിക്കുന്നു എന്നത് പ്ലാങ്ക് സ്ഥിരാങ്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്ന ഉപകരണം. ശരിയായ ഉത്തരം കിബിൾ ബാലൻസ്. വൈദ്യുത കാന്തിക ശക്തി ഉപയോഗിക്കുമ്പോൾ ഭാരസന്തുലനം നേടാൻ എത്ര ഊർജം ഉപയോഗിക്കുന്നു എന്നത് പ്ലാങ്ക് സ്ഥിരാങ്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്ന ഉപകരണമാണ് കിബിൾ ബാലൻസ്. ഭാരം അളക്കുന്നത് ഇനി ഇരുമ്പ് കട്ട വെച്ചല്ല, ഊർജം പ്ലാങ്ക് സ്ഥിരാങ്കം എന്ന തത്വത്തിൽ. ഊർജം = പ്ലാങ്ക് സ്ഥിരാങ്കം എന്ന തത്വത്തിൽ. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം കിബിൾ ബാലൻസ് നിലവിൽ വന്നത് എപ്പോൾ? 2019 മെയ് 20. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം കിബിൾ ബാലൻസ് നിലവിൽ വന്നത് 2019 മെയ് 20. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം കിബിൾ ബാലൻസ് നിലവിൽ വന്നത് 2019 മെയ് 20. 2019 മെയ് 20 ലോക മെട്രോളജി ദിനം അന്നാണ് ഈ പുതിയ നിർവചനം നിലവിൽ വന്നത്. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം കിബിൾ ബാലൻസ് നിലവിൽ വന്നത് 2019 മെയ് 20 എന്ന് ഓർമ്മിക്കുക. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. സമയത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. സമയത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. സമയത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് സെക്കൻഡ്. ഒരു മിനിറ്റ് 60 സെക്കൻഡും 1 മണിക്കൂർ 3600 സെക്കൻഡുമാണെന്ന് ഓർമ്മിക്കുക. 1 മിനിറ്റ് 60 സെക്കൻഡും 1 മണിക്കൂർ 3600 സെക്കൻഡുമാണെന്ന് ഓർമ്മിക്കുക. സമയത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെ? സമയത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെ? ശരിയായ ഉത്തരം മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്. സമയത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്. സമയത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്. ഒരു മില്ലി സെക്കൻഡ് 10⁻³ സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. 10⁻⁻3. ഒരു മില്ലി സെക്കൻഡ് 10⁻⁻3 സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. ഒരു മില്ലി സെക്കൻഡ് 10⁻⁻3 സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. ഒരു മൈക്രോ സെക്കൻഡ് 10⁻⁻6 സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. ഒരു മൈക്രോ സെക്കൻഡ് 10⁻⁻6 സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. ഒരു നാനോ സെക്കൻഡ് 10⁻⁹ സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. ഒരു മില്ലി സെക്കൻഡ് 10⁻⁻3 സെക്കൻഡ്. ഒരു മില്ലി സെക്കൻഡ് 10⁻⁻3 സെക്കൻഡ്. ഒരു മൈക്രോ സെക്കൻഡ് 10⁻⁻6 സെക്കൻഡ്. ഒരു നാനോ സെക്കൻഡ് 10⁻⁹ സെക്കൻഡ്. ഒരു മില്ലി സെക്കൻഡ് 10⁻³ സെക്കൻഡ്. ഒരു മൈക്രോ സെക്കൻഡ് 10⁻⁶ സെക്കൻഡ്. ഒരു നാനോ സെക്കൻഡ് 10⁻⁹ സെക്കൻഡ്. ഒരു ദിവസം എത്ര സെക്കൻഡാണ്? ഒരു ദിവസം സോളാർ ദിനം എത്ര സെക്കൻഡാണ്? ഒരു ദിവസം അല്ലെങ്കിൽ സോളാർ ദിനം എത്ര സെക്കൻഡാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 86,400 സെക്കൻഡ്. ഒരു ദിവസം അല്ലെങ്കിൽ സോളാർ ദിനം എത്ര സെക്കൻഡാണ്? ഒരു ദിവസം അല്ലെങ്കിൽ സോളാർ ദിനം എത്ര സെക്കൻഡാണ്? 86,400 സെക്കൻഡ് ആണ്. ഒരു ദിവസം അല്ലെങ്കിൽ സോളാർ ദിനം എത്ര സെക്കൻഡാണെന്ന് ചോദിച്ചാൽ 86,400 സെക്കൻഡാണെന്ന് ഓർമ്മിക്കുക. ഈ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഹൃദ്യസ്ഥമാക്കേണ്ട കുറേ ഭാഗങ്ങൾ ഉള്ളതുമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ആവർത്തിച്ചുകൊണ്ട് ഹൃദ്യസ്ഥമാക്കുക. ഞാൻ പലതവണ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കേട്ട് പഠിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.